നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അവർ ഓഫ് ട്രൂത്ത് എന്നുള്ള വൺ ആക്ട് പ്ലേയുടെ പാർട്ട് 2 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വൺ ആക്ട് പ്ലേയുടെ പകുതി പാർട്ട് 1 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അത് കണ്ടിട്ട് ഇത് കേട്ട് കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ സ്റ്റോറി നമ്മൾ പകുതി വരെ പറഞ്ഞു നിർത്തി. അപ്പോൾ ബാക്കി എന്താണെന്ന് നോക്കാം. വെറും 3 വാക്കുകൾ മാത്രം പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, $100,000 കിട്ടുമായിരുന്നില്ലേ എന്നുള്ള ജോണിൻ്റെ ചോദ്യത്തിന് ശരിക്കും എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ആ വാക്കുകൾ എന്നെ ശ്വാസം മുട്ടിക്കുമെന്ന് നമ്മുടെ ബാൽഡ്വിൻ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ആ ഒരു സമയത്താണ് നമ്മൾ ശരിക്കും ഈ പ്ലേ ഫസ്റ്റ് പാർട്ടിൽ നിർത്തിയത്. നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കാം. മാർത്ത, ആഫ്റ്റർ എ പോസ്, വിൽ ദ depositors lose much? Robert. Baldwin, the depositors will not lose a cent. Evie, but the papers said. Baldwin, they had to print something. They cursed, I know, I tell you. Martha, but you never said so before. അപ്പോൾ എന്താണ് ബാൽഡ്വിനോട് മാർത്ത ചോദിക്കുന്നത്, ഡിപ്പോസിറ്റേഴ്സിന് ബാങ്ക് എന്തായാലും റെക്കായി, അപ്പോൾ ബാങ്ക് റെക്കിൽ ഡിപ്പോസിറ്റേഴ്സിന് ക്യാഷ് നഷ്ടമാവുമോ? അപ്പോൾ ബാൽഡ്വിൻ പറയുന്നത് എന്താണ്, ഇല്ല, അവർക്ക് ഒരു സെൻറ്റ് പോലും നഷ്ടമാവില്ല. സെൻ്റ് എന്ന് പറയുന്നത് അവിടുത്തെ നമ്മൾ പറഞ്ഞില്ലേ ഒരു പൈസ പോലും, അതുപോലെ അവരുടെ ആ ഒരു കോയിനെയാണ് സെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എവി തിരിച്ച് ചോദിക്കുന്നു, പേപ്പേഴ്സിൽ പക്ഷേ അങ്ങനെ അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാൽവിൻ പറയുന്നത് എന്താണ്, അവർക്ക് എന്തെങ്കിലുമൊക്കെ എഴുതണ്ടേ, അതുകൊണ്ടാണ് അവരങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ മാർത്ത തിരിച്ച് ചോദിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ നേരത്തെ പറഞ്ഞത്. ബാൽവിൻ, ഐ ലെഫ്റ്റ് ദാറ്റ് ഫോർ ഗ്രിഷാം, ഇറ്റ് വിൽ കം ഔട്ട് ടുമോറോ. ജോൺ, വൈ ടുമോറോ? Why didn't you say so before? The papers asked you often enough. Baldwin, nothing forced me to answer, John. There is a pause. അപ്പോൾ ഞാനതെല്ലാം ഗ്രിഷാമിനെ വിട്ടിരിക്കുകയാണ്, നാളെ അതിൻ്റെ തീരുമാനം എന്താണെന്ന് അറിയും. അപ്പോൾ ജോൺ പറയുന്നത് എന്താ, എന്തിനാ നാളത്തേക്കാക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ അച്ഛനിപ്പോൾ പറഞ്ഞുകൂടെ ഞങ്ങളോട്? അപ്പോൾ പറയുന്നത് എന്താണ്, എന്നെക്കൊണ്ട് ഇപ്പോൾ ഒന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ജോൺ, they are going to punish Grisham, aren't they? Baldwin, I am afraid so. John, what for? Misappropriating the funds of the... Oh, I know that. But what crime has he committed? That's a crime, John. But if nobody loses anything by it, it's a crime, nevertheless. അപ്പോൾ ജോണ് തിരിച്ച് ചോദിക്കുകയാണ് അച്ഛനോട്, അപ്പോൾ ഗ്രിഷാമിനെ പണിഷ് ചെയ്യുമല്ലേ? അപ്പോൾ ബാൽവിൻ പറയുന്നത് എന്താണ്, ഞാനും അങ്ങനെ ഭയക്കുന്നുണ്ട്. തിരിച്ച് ജോൺ ചോദിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഗ്രിഷാമിനെ പണിഷ് ചെയ്യുന്നത്? അപ്പോൾ ബാൽവിൻ പറയുന്നത് എന്താണ്, മിസ്അപ്രോപ്രിയേറ്റിംഗ് ദ ഫണ്ട് വക തിരിച്ച് ചിലവാക്കി എന്നുള്ളൊരു ക്രൈം കൊണ്ടാണ് ഗ്രിഷാമിനെ പണിഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജോൺ തിരിച്ച് ചോദിക്കുന്നത് എന്താ, ഓ അതെനിക്കറിയാം, ഓ ഐ നോ ദാറ്റ്, അതെനിക്കറിയാം, ബട്ട് വാട്ട് ക്രൈം വാസ് ഹി കമ്മിറ്റഡ്? പക്ഷേ അയാൾ എന്ത് തെറ്റാണ് ചെയ്തത്? അപ്പോൾ ബാൽവിൻ തിരിച്ചു പറയാണ്, ദാറ്റ് വാസ് എ ക്രൈം, അതൊരു ക്രൈമാണ്. മറ്റൊരാളുടെ ഫണ്ട് എടുത്ത് വക തിരിച്ച് ചിലവാക്കിയെന്ന് പറയുന്നത് ഒരു ക്രൈമാണ്. എവി, ബട്ട് ഇഫ് നോബഡി ലോസസ് എനിത്തിങ്. അപ്പോൾ എവി ചോദിക്കുകയാണ്, അപ്പോൾ ആർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ ബാൽവിൻ തിരിച്ച് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ ക്രൈം, നെവർത്ത്ലെസ്, എന്നാലും അതൊരു തെറ്റാണ്. ജോൺ, ആൻഡ് ദേ ആർ ഗോയിങ് ടു പണിഷ് ഹിം ഫോർ ഇറ്റ്. ബാൽവിൻ, ദേ ക്യാൻറ്റ് ലെറ്റ് ഹിം ഗോ, ജോൺ, ഹീ ടു കോൺസ്പീഷ്യസ്. ജോൺ, do you think that's right, Governor? Baldwin, my opinion doesn't matter, John. അപ്പോൾ ജോൺ ചോദിക്കുകയാണ്, അപ്പോൾ ശരിക്കും ഗ്രിഷാമിന് പണിഷ്മെൻറ്റ് കിട്ടുമല്ലേ? അപ്പോൾ ബാൽവിൻ പറയുന്നത് എന്താണ്, ആരെയും അങ്ങനെ വെറുതെ വിടില്ല, പണിഷ്മെൻറ്റ് കിട്ടും, അയാളും അതിന് കാരണക്കാരനാണ്, അയാൾക്ക് പണിഷ്മെൻറ്റ് കിട്ടും. അപ്പോൾ ജോൺ പറയുന്നത് എന്താ, ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അച്ഛനോട് ചോദിക്കുന്നു. അപ്പോൾ ബാൽവിൻ പറയുന്നത്, എൻ്റെ ഒപ്പീനിയൻ അവിടെ യാതൊരു കാര്യവും ഇല്ല. ജോൺ വീണ്ടും ചോദിക്കുകയാണ്, അച്ഛന് പക്ഷേ എന്താണ് തോന്നുന്നത്? ബാൽവിൻ, ഐ തിങ്ക് ഐ ആം സോറി ഫോർ ജോൺ ഗ്രിഷാം, ടെറിബ്ലി സോറി. ജോൺ സ്ലോലി, ഇറ്റ്സ് നത്തിങ് ബട്ട് എ ടെക്നിക്കാലിറ്റി, ഡാഡ്. നോബഡി ലൂസസ് എ സെൻറ്റ്. ഇറ്റ്സ് റാദർ ഹാർഡ് ഓൺ ഗ്രിഷാം, ഐ സേ. ബാൽവിൻ, ആഫ്റ്റർ എ പോസ്, യെസ് ജോൺ. എവി timidly, wow, it's such an awful thing, father, if you let him off. Baldwin, I wish I could, Evie, but I am not the judge. അപ്പോൾ ബാൽവിൻ പറയുന്നത് എന്താണ്, എനിക്ക് അച്ഛൻ എന്ത് തോന്നുന്നു എന്ന് ജോൺ ചോദിക്കുമ്പോൾ ബാൽവിൻ പറയുന്നത്, എനിക്ക് ഗ്രിഷാമിൻ്റെ കാര്യത്തിൽ വിഷമമുണ്ട്. അപ്പോൾ ജോൺ പറയുന്നത് എന്താണ്, അത് ആർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, അപ്പോൾ പിന്നെ ഗ്രിഷാമിനെ പണിഷ് ചെയ്യേണ്ട ആവശ്യം എന്താ, ഗ്രിഷാമിനെ പണിഷ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ജോൺ സംസാരിക്കുന്നു. അപ്പോൾ ബാൽവിൻ അതിന് എസ് ജോൺ എന്ന് ഉത്തരം പറയുന്നു. എവി അപ്പോൾ ചോദിക്കുകയാണ്, അയാളെ വെറുതെ വിടില്ല എന്നുള്ള രീതിയിൽ എവി ചോദിക്കുന്നു. അപ്പോൾ ബാൽവിൻ പറയുന്നത് എന്താണ്, എൻ്റെ ആഗ്രഹം അതാണ്, പക്ഷെ ഞാനൊരു ജഡ്ജ് അല്ലല്ലോ.
Evie, no, but. Balvin, but what? Evie, you are the only witness against him. Balvin, Evie? John, she is right, Governor. Balvin, you too, John. John, it's going to be a nasty mess if they put Grisham in jail with your own son named after him. It's going to be pleasant for me, John Grisham. Balvin. അപ്പോൾ ലെവി ചോദിക്കുന്നത് എന്താണ്? അച്ഛൻ ജഡ്ജല്ല, പക്ഷേ അപ്പം ബാൽവിൻ തിരിച്ചു ചോദിക്കുന്നു, പക്ഷേ എന്താണ്? ബട്ട് വാട്ട്? അച്ഛനല്ലേ ഒരേ ഒരു സാക്ഷി, ഒരേ ഒരു വിറ്റ്നസ്. വിറ്റ്നസ് മീൻസ് സാക്ഷി. ഇപ്പോൾ ബാൽവിൻ പറയുന്നത് എന്താണ്? ബാൽവിൻ തിരിച്ച് എവി എന്നിങ്ങനെ വിളിക്കുകയാണ്. ജോൺ അപ്പോൾ പറയുന്നു, അവൾ പറയുന്നത് സത്യമല്ലേ? അപ്പോൾ ബാൽവിൻ ചോദിക്കുന്നു, യു ടു, നീയും ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്? അപ്പോൾ ജോൺ പറയുന്നത് എന്താണ്? ശരിക്കും ഗ്രിഷാമിനെ ജയിലിലിടുക എന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ലേ? പ്രത്യേകിച്ചും അച്ഛൻ എനിക്ക് പേരിട്ടിരിക്കുന്നത്, ഗ്രിഷാമിൻ്റെ പേര് ജോൺ ഗ്രിഷാം എന്നായതുകൊണ്ടാണ് എനിക്ക് ജോൺ എന്ന് പേരിട്ടിരിക്കുന്നത്. ജോൺ ഗ്രിഷാം ബാൽവിൻ. അപ്പോൾ അയാളെ ജയിലിലിട്ട് പണിഷ് ചെയ്താൽ അത് എൻ്റെ പേരിന് ഒരു മോശമല്ലേ എന്ന് ജോൺ ചോദിക്കുന്നു. മാർത്ത, Robert, I am not sure I understood what you said before. What did Mr. Grisham want you to do for him? Balvin, get him off tomorrow. അപ്പോൾ മാർത്ത പറയാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗ്രിഷാം എന്താണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ബാൽവിൻ, എന്താണ് ഗ്രിഷാം നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? അപ്പോൾ അതൊക്കെ നാളെ എന്ന് ബാൽവിൻ പറയുന്നു. അപ്പോൾ തൊട്ട് മുൻപ് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അച്ഛൻ വരുന്നില്ലേ എന്ന് വെയിറ്റ് ചെയ്ത് എവി വിൻഡോയുടെ അടുത്ത് നിൽക്കുമ്പോഴും ജോൺ പറയുന്നത് എന്താണ്? അച്ഛൻ അയാൾക്കെതിരെ സാക്ഷി പറയണം, ഗ്രിഷാമിനെ ജയിലിലിടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ജോൺ സംസാരിക്കുന്നത്. പക്ഷേ എപ്പോഴാണോ ഈ ഒരു വ്യക്തി, അതായത് ഗ്രിഷാം എന്നുള്ള വ്യക്തി $100,000 നമ്മുടെ ബാൽവിൻ ഓഫർ ചെയ്തത്, അപ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സ് മാറിക്കഴിഞ്ഞു. എവിയുടെയും മാർത്തയുടെയും ഏറ്റവും റബലായിട്ടിരുന്ന ജോണിൻ്റെയും മനസ്സ് മാറി. അവർ ആദ്യം വളരെ പുച്ഛത്തോടെയാണ് ജോൺ പറയുന്നത്, അച്ഛൻ അയാളുടെ പേരാണ് എനിക്കിട്ടത്, അയാളുള്ള സ്നേഹം കൊണ്ട് അയാളുടെ പേരെനിക്കിട്ടു എന്ന് ആദ്യം വളരെ പുച്ഛത്തോടെ പറയുന്നെങ്കിലും ക്യാഷ് കണ്ടപ്പോൾ ജോൺ നേരെ തിരിച്ച് പറയാൻ തുടങ്ങി. അതായത് ക്യാഷ് എന്തായാലും ഓഫർ ചെയ്തതല്ലേ, അത് വാങ്ങിച്ചൂടായിരുന്നു എന്ന് നേരിട്ട് പറയുന്നതിനേക്കാളും വളഞ്ഞ വഴി സ്വീകരിച്ചുകൊണ്ട് പറയാണ്, അച്ഛാ എൻ്റെ പേര് ശരിക്കും ഗ്രഷാമിനുള്ള ആരാധന കൊണ്ടല്ലേ എനിക്ക് പേരിട്ടത്, അപ്പം ഗ്രഷാം ജയിലിലായാൽ എനിക്കും അതൊരു മോശമല്ലേ, അതുകൊണ്ട് അച്ഛൻ ഗ്രഷാമിനെ ജയിലിലാക്കാതെ എന്തെങ്കിലും ചെയ്യൂ എന്നുള്ള രീതിയിലാണ് ജോണും സംസാരിക്കുന്നത്. അപ്പോൾ കാശ് കണ്ടപ്പോൾ സത്യസന്ധത എന്നുള്ള ക്വാളിറ്റീസ് എല്ലാവരും മറന്നു. പക്ഷേ ബാൽവിൻ അപ്പോഴും തൻ്റെ ആ ബേസ് ക്വാളിറ്റിയായ ഹോണസ്റ്റിയിൽ തന്നെ ഉറച്ച് നിൽക്കുമായിരുന്നു. ബാൽവിൻ, യെസ് മാർത്ത, ഹൗ? ബാൽവിൻ, ബൈ ആൻസറിങ് ഐ ഡോണ്ട് റിമെമ്പർ വെൻ ദേ ആസ്ക് മീ ഡേഞ്ചറസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്താണ് ഗ്രഷാം നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെട്ടത്, എനിക്കിപ്പോഴും ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് മാർത്ത പറഞ്ഞപ്പോൾ ബാൽവിൻ പറയുന്നത് എന്താണ്? ഒരൊറ്റ കാര്യമേ അയാൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, ഐ ഡോണ്ട് റിമെമ്പർ, എനിക്കൊന്നും ഓർമ്മയില്ല എന്ന്. എത്രയൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോഴും, ഡേഞ്ചറസ് ആയിട്ടുള്ള കുഴപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴും അങ്ങനെ സംസാരിക്കണമെന്നാണ് ഗ്രഷാം എന്നോട് പറഞ്ഞത്. മാർത്ത, ഓ ആൻഡ് യു ഡു റിമെമ്പർ? ബാൽവിൻ, യെസ്, നിയർലി എവറിത്തിങ്. ശരിക്കും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് മാർത്ത ചോദിക്കുമ്പോൾ ബാൽവിൻ പറയാണ്, എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ജോൺ, നോ മാറ്റർ വാട്ട് ദേ ആസ്ക് യു. ബാൽവിൻ, ഐ ക്യാൻ ഓൾവേസ് റിഫ്രഷ് മൈ മെമ്മറി, യു സി ഐ ഹാവ് നോട്ട്സ്. ജോൺ, ബട്ട് വിതൗട്ട് ദോസ് നോട്ട്സ് യു വുഡൻറ്റ് റിമെമ്പർ. Balvin, what do you mean, John? John without answering. As a matter of fact, you will have to rely on your notes nearly altogether, won't you? Balvin, everybody else does the same thing. John, then it won't be far from the truth if you say I don't remember. അപ്പോൾ എന്താണ്, അച്ഛന് നോട്ടില്ല, അച്ഛനിതെല്ലാം ഓർമ്മയുണ്ടോ എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ബാൽവിൻ പറയുന്നത്, എനിക്കെല്ലാം ഓർമ്മയുണ്ട്, അത് മാത്രമല്ല ഇതിനെപ്പറ്റി എല്ലാ നോട്ടും ഞാൻ തയ്യാറാക്കിയും വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊന്നും മറന്നുകൂടെ എന്നുള്ള രീതിയിൽ ജോൺ സംസാരിക്കുന്നു. അപ്പോൾ ബാൽവിൻ പറയുന്നത് എന്താണ്, എല്ലാവർക്കും അത് ഈസി ആയിരിക്കാം, സത്യം മറയ്ക്കുക എന്നുള്ളത് എല്ലാവർക്കും ഈസി ആയിരിക്കും, പക്ഷേ എനിക്ക് അതത്ര ഈസി അല്ല എന്നാണ് ജോൺ പറയുന്നത്. മാത്ത, ഐ ഡോണ്ട് സീ ദാറ്റ് മിസ്റ്റർ ഗ്രിഷാം ഇസ് ആസ്കിങ് സോ മച്ച് ഓഫ് യു. ബാൽവിൻ, മാത്ത, റോബർട്ട്, I am as honorable as you are. Balvin, that's going without saying, Martha, it doesn't seem right to me to send an old friend to jail. Now, don't interrupt me. I have been thinking. The day John was baptized, when Mr. Grisham stood sponsor for him, how proud we are. And we came home from the church, you said, do you remember what you said, Robert?
അപ്പോൾ മാർത്ത പറയാണ് എന്താണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, അല്ല നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിക്കും ശരിയല്ല, കാരണം നിങ്ങളുടെ ഓൾഡ് ഫ്രണ്ടിനെ ജയിലിലേക്ക് പറഞ്ഞു വിടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ജോണിനെ, നമ്മുടെ മകനായ ജോണിനെ ബാപ്റ്റൈസ് ചെയ്തപ്പോൾ, അതായത് മാമോദിസ സമയത്ത് ഗ്രിഷാം ജോണിനെ സ്പോൺസർ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതിനോടൊപ്പം തന്നെ ചർച്ചിൽ നിന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ബാൽവിൻ: നോ, വാട്ട് ഇസ് ഇറ്റ്? അപ്പോൾ ബാൽവിൻ പറഞ്ഞു, എന്താണ്, എനിക്ക് ഓർമ്മയില്ല. മാർത്ത: യു സെഡ് മേ അവർ സൺ ഓൾവേസ് ലിവ് അപ്പ് ടു ദ നെയിം വിച്ച് വി ഹാവ് ഗിവൺ ഹിം. ഡു യു റിമെമ്പർ ദാറ്റ്? ബാൽവിൻ: യെസ്, ഡിംലി. ഓൺലി ഡിംലി ഗവർണർ. വാട്ട് യു മീൻ ജോൺ? അപ്പോൾ മാർത്ത പറയാണ്, നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മകൻ ആ ഒരു പേരിൽ ജീവിച്ച് അഭിമാനത്തോടെ ജീവിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ബാൽവിൻ പറയാണ്, ശരിയാണ്, എനിക്ക് ചെറുതായിട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ ജോൺ പറയാം, ചെറുതായിട്ടല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പം ബാൽവിൻ ചോദിക്കുന്നു, ജോൺ നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? മാർത്ത: ഗിവിങ് ജോൺ നോ ഓപ്പർച്യൂണിറ്റി ടു ആൻസർ. ഉത്തരം പറയാനായിട്ട് ജോൺ വരുമ്പോൾ ഉത്തരം പറയാൻ സമ്മതിക്കാതെ മാർത്ത ഇടയ്ക്ക് കയറുന്നു. ഇറ്റ് വുഡ് ബി സാഡ്, വെരി സാഡ്, ഇഫ് ദ നെയിം ഓഫ് ജോൺ ഗ്രിഷാം, അവർ സൺസ് നെയിം, ഷുഡ് കം ടു ഗ്രീഫ് ത്രൂ യു. അപ്പോൾ അത് വളരെ മോശമാണ്, വളരെ മോശം മാത്രമല്ല വളരെ വിഷമമുള്ളതുമാണ്. കാരണം നമ്മുടെ മകൻ്റെ പേര് നിങ്ങൾ കാരണം ഒരു ദുഃഖത്തിൽ അവസാനിക്കുന്നു എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്. ബാൽവിൻ: മാർത്ത, ആർ യു ടെല്ലിംഗ് മീ ടു ആക്സെപ്റ്റ് ദ ബ്രൈബ് മണി ദാറ്റ് ജോൺ ഗ്രിഷാം ഓഫേർഡ്? എവി: വൈ ഡു യു കോൾ ഇറ്റ് ബ്രൈബ് മണി ഫാദർ? അപ്പോൾ ബാൽവിൻ തിരിച്ചു ചോദിക്കുന്നത് എന്താണ്, മാർത്ത നീ എന്താണ് പറയുന്നത്? അതായത് എനിക്ക് തന്ന ബ്രൈബ് മണി മീൻസ് കൈക്കൂലി, ആ കൈക്കൂലി ഞാൻ സ്വീകരിക്കണമെന്നാണോ നീ പറയുന്നത്? അപ്പോൾ എവി ഇടയ്ക്കേറി പറയുന്നു, അതിനെ എന്തിനാ അച്ഛാ അങ്ങനെ കൈക്കൂലി എന്ന് പറയുന്നത്? ബാൽവിൻ bitterly: why indeed? Grisham had a prettier name for it. He said that he had underpaid me all these years. You know, I was getting only $6,000 a week when the crash came. John: yes. Balvin: he said 100,000 represent the difference between what he had paid me and what I had actually been worth to him. അപ്പോൾ ബാൽവിൻ പറയാണ്, ഗ്രിഷാം എന്നോട് പറഞ്ഞത് ഇത്രയും നാളും ഞാൻ നിങ്ങൾക്ക് ശമ്പളം കുറച്ച് തരുമായിരുന്നു, നിങ്ങൾക്ക് $60 മാത്രമേ ഞാൻ ശമ്പളം തരുന്നുണ്ടായിരുന്നുള്ളൂ. അതായത് ഈ $100,000 ഞാൻ നിങ്ങൾക്ക് കുറച്ച് തന്ന ശമ്പളത്തിനേക്കാളും ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചിരുന്ന ശമ്പളമാണെന്ന് വിചാരിച്ചിരുന്നാൽ മതി. അതായത് ഞാൻ നിങ്ങൾക്ക് മനഃപൂർവ്വം ശമ്പളം കുറച്ച് തന്നു, ആ ശമ്പളം എല്ലാം കൂടി ഞാനിപ്പോൾ തരുവാണെന്ന് വിചാരിച്ചാൽ മതിയെന്നാണ് ഈ ക്യാഷ് നീട്ടിയപ്പോൾ ആര് പറഞ്ഞത്? ഗ്രിഷാം പറഞ്ഞത്. മാർത്ത: that's no less than true. You have worked for him very faithfully. Balvin: he said that if he had paid me what he should have, I would have put my more than 100,000 by now. That's so, isn't it, Dad? Balvin: who knows? I never asked him to raise my salary. When he raised it, it was of his own accord. Well, what do you think of it, Evie? If you go on the stand tomorrow, yes, and they put John Grisham in jail, what will people say? Balvin: they will say I have done my duty. So, അപ്പം ശമ്പളം ഇത്രയും നാളും കുറച്ചാണ് തന്നത്, അതുകൊണ്ട് ബാക്കി തരാനുള്ള ശമ്പളമാണെന്ന് ഇതിനെ കണക്കാക്കിക്കോളൂ എന്ന് ആര് പറഞ്ഞു? ഗ്രിഷാം പറഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ ജോൺ ചോദിക്കണം, അങ്ങനെ കണക്കാക്കിക്കൂടെ എന്നുള്ള രീതിയിൽ ജോൺ സംസാരിക്കുന്നു. അപ്പോൾ എന്താണ് ബാൽവിൻ പറയുന്നത്, ഇന്ന് വരെ എൻ്റെ ശമ്പളം കൂട്ടണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, പക്ഷേ അത് കൂട്ടി തന്നപ്പോൾ ഞാൻ അതിനെ നിരസിച്ചിട്ടുമില്ല, കാരണം അർഹതപ്പെട്ടത് തരുന്നു, അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. നിനക്കെന്ത് തോന്നുന്നു എവി എന്ന് ചോദിക്കുന്നു. അപ്പോൾ എവി തിരിച്ചു പറയുന്നത് എന്താണ്, ഈ സ്റ്റാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ എന്ന് ബാൽവിൻ ചോദിക്കുമ്പോൾ ഗ്രിഷാമിനെ അവർ ജയിലിൽ പിടിച്ചിടും. അപ്പോൾ ആൾക്കാർ അച്ഛനെ പറ്റി എന്ത് പറയും? അപ്പോൾ ബാൽവിൻ പറയുന്നത് എന്താണ്, എല്ലാവരും പറയും ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തു, ഞാൻ എൻ്റെ കടമ ചെയ്തു എന്ന് എല്ലാവരും പറയും. Evie: when they find out they have not lost any money. When John Grisham tells them that he will pay back every cent, then they won't want him to go to jail. They will feel sorry for him. Balvin: yes, I believe that. I hope so. And Evie പറയുന്നത് എന്താണ്, ഗ്രിഷാമിനെ ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ആർക്കാണ്? എല്ലാവർക്കും ഒന്ന് ചിന്തിക്കുമ്പോൾ എല്ലാവർക്കും അച്ഛനോട് തന്നെയായിരിക്കും ദേഷ്യം. John: and they won't feel too kindly disposed towards the man who helps put him in a jail. Martha: they will say you went on an old friend, Robert. John: when you pull out your notes in court to be sure of sending him to jail.
എവി ആൻഡ് മിസ്റ്റർ ഗ്രിഷാം ഹാഡ് ഡൺ എനിത്തിങ് റിയലി റോങ്. അപ്പോൾ മാർത്ത പറയുന്നത് എന്താണ്, നിങ്ങൾ നിങ്ങളുടെ ഓൾഡ് ഫ്രണ്ടിനെ അങ്ങനെ ജയിലിലേക്ക് ഇടേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ജോൺ പറയുന്നു നോട്ടെല്ലാം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഗ്രിഷാമിന് ശരിക്കും ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ എവി പറയുന്നത് എന്താണ്, ഗ്രിഷാം അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ജോൺ, ഇറ്റ്സ് എ ടെക്നിക്കാലിറ്റി, ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. നോബഡി ലൂസസ് എ സെൻറ്റ്, നോബഡി വാണ്ട്സ് ടു സീ ഹിം പണിഷ്ഡ്. അത് ശരിയാണ്, കാരണം അയാൾക്ക് ഒരു സെൻറ്റ് പോലും നഷ്ടപ്പെട്ടിട്ടില്ല. അതിനോടൊപ്പം തന്നെ ആരും അദ്ദേഹം പണിഷ് ചെയ്യുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്നുമില്ല. എവി, എക്സെപ്റ്റ് യു ഫാദർ, അച്ഛൻ ഒഴിച്ചല്ലേ എന്ന് ചോദിക്കുന്നു. ജോൺ, യെസ്, ആൻഡ് യു ആർ വില്ലിംഗ് ടു ജയിൽ ദ മാൻ ആഫ്റ്റർ ഹൂം യു നെയിംഡ് യുവർ സൺ. അപ്പോൾ ജോൺ തിരിച്ചെന്ത് ചോദിക്കുന്നു, അപ്പോൾ അച്ഛൻ മനഃപൂർവ്വം എന്താണ് എനിക്ക് ആ പേര് തന്നു, അച്ഛൻ എനിക്ക് ആ പേര് തന്നു, അപ്പം ആ പേരിൻ്റെ ഉടമയെ അച്ഛൻ മനഃപൂർവ്വം ജയിലിലിടാനായിട്ട് പോവുകയാണോ? മാർത്ത, ആഫ്റ്റർ എ പോസ്, ഐ ബിലീവ് ഇൻ ബീയിങ് മേഴ്സിഫുൾ റോബർട്ട്. കുറച്ചെങ്കിലും മേഴ്സി കാണിക്കണം റോബർട്ട്, അങ്ങനെ കാണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാൽവിൻ, മേഴ്സിഫുൾ? മാർത്ത, മിസ്റ്റർ ഗ്രിഷാം ഹാസ് ഓൾവേസ് ബീൻ വെരി ഗുഡ് ടു യു. അപ്പം ബാൽവിൻ ചോദിക്കുന്നു ദയ കാണിക്കണമെന്നോ, നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ മാർത്ത പറയുന്നത് എന്താണ്, മിസ്റ്റർ ഗ്രിഷാം ഹാസ് ഓൾവേസ് ബീൻ വെരി ഗുഡ് ടു യു. താങ്കളോട് മിസ്റ്റർ ഗ്രിഷാം എന്നും നന്നായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. ദർ ഇസ് അനദർ പോസ്. ക്യൂരിയസ്ലി ഇനഫ് ദേ ഡു നോട്ട് സീം ടു ബി ഏബിൾ ടു മീറ്റ് ഈച്ച് അതേഴ്സ് ഐസ്. സോ അവിടെ ഒരു പോസാണ്, ഒരു മൗനത്തിൽ എല്ലാവരും നിൽക്കുന്നു. പരസ്പരം ആരെയും മുഖത്ത് നോക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരു മൗനത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ മാർത്ത ചോദിക്കുകയാണ്, വാട്ട് ആർ യു ഗോയിങ് ടു ഡു നൗ റോബോട്ട്? ഇനി താങ്കൾ എന്താണ് റോബോട്ട് ചെയ്യാൻ പോകുന്നത്? ബാൽവിൻ, വാട്ട് ഡു യു മീൻ? നീ എന്താണ് ഉദ്ദേശിച്ചത്? മാർത്ത, യു ഹാവ് ബീൻ ഔട്ട് ഓഫ് വർക്ക് സിൻസ് ദ ബാങ്ക് ക്ലോസ്ഡ്. ബാങ്ക് ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജോലിയൊന്നുമില്ല. ബാൽവിൻ, ഷ്രഗിങ് ഹിസ് ഷോൾഡേഴ്സ്, ഐ വിൽ ഫൈൻഡ് എ പൊസിഷൻ. അതാണോ, ഞാൻ ഒരു പൊസിഷൻ, മറ്റൊരു ജോലി കണ്ടെത്തും. ജോൺ, ഇഫ് ഗ്രിഷാൻ ഡസൻ ഗോ ടു ജയിൽ ഹി വിൽ സ്റ്റാർട്ട് ഇൻ ബിസിനസ് അഗെയിൻ, വോണ്ട് ഹി? ആൻഡ് ഹി ക്യാൻ ഓഫർ യു എനിത്തിങ് ലെസ് ദാൻ എ പാർട്ട്ണർഷിപ്പ്. ബാൽവിൻ, പാർട്ട്ണർഷിപ്പ്? സോ ജോൺ പറയുന്നത് എന്താണ്, ഇപ്പോൾ ഗ്രിഷാം ജയിലിൽ നിന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ അയാൾ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും താങ്കൾക്കൊരു പാർട്ട്ണർഷിപ്പ് അയാൾ ഓഫർ ചെയ്യാതിരിക്കത്തില്ല. അപ്പോൾ ബാൽവിൻ, പാർട്ട്ണർഷിപ്പോ? ജോൺ വിത്ത് മീനിങ്, മനസ്സിലിങ്ങനെ എന്താണ് മറ്റൊരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കണം. വിത്ത് 100,000 ക്യാപിറ്റൽ യു ക്യാൻ പുട്ട് ഇൻ ദ ബിസിനസ് ഡാഡ്. അയാൾ തരുന്ന ആ 100,000 ക്യാപിറ്റൽ ഡാഡിനെ ബിസിനസ്സിലേക്ക് നിക്ഷേപിക്കാൻ പറ്റും. ബാൽവിൻ, John, of course the capital doesn't matter. He will owe you quite a debt of gratitude besides. There is a pause. Martha, 100,000 would mean a great deal to us, Robert. If you don't find a position soon, John, you will have to support us. മാർത്തയും പറയുന്നത് അത് തന്നെയാണ്. ആ $100,000 നല്ലൊരു കാര്യമാണ്, കാരണം ഇനി ഉടനെയെങ്കിലും ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ആ ഒരു കാശ് മതി. ജോൺ, ഓൺ $30 a week, Dad. They won't go very far. Martha, it's not fair to John. John angrily, don't bother about me. Look here, Governor, you have said nothing to the papers. If you say something more tomorrow, what does it amount to but sticking to your friend? It's a square thing to do. He would do as much for you. അപ്പോൾ ജോൺ പറയുന്നത് എന്താണ്, ആ കാശ് ഒരു ആഴ്ചത്തെ ചിലവ് അത് $30 അങ്ങനെ വെച്ചൊന്ന് കൂട്ടി നോക്കൂ. അപ്പം മാർത്ത, നീ ഒന്നും മിണ്ടാതിരിക്കുക എന്നുള്ള രീതിയിൽ മാർത്ത സംസാരിക്കുന്നു. അപ്പോൾ ഈ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് കൂടുതൽ സെക്യൂർ ആവും. അതുമാത്രമല്ല, നാളെ ന്യൂസ് പേപ്പർ ചോദിക്കുമ്പോൾ അച്ഛനൊന്നും പറയാനായിട്ട് നിൽക്കരുത് എന്നുള്ള രീതിയിൽ പറയുന്നു. ബാൽവിൻ ലുക്സ് അപ്പീലിംഗ്ലി ഫ്രം വൺ ഫേസ് ടു അനദർ. എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കുന്നു. ദേ ആർ അവേർട്ടഡ്. യു വാണ്ട് മീ ടു ടേക്ക് ദിസ് മണി? ദർ ഇസ് നോ ആൻസർ. സേ യെസ്, വൺ ഓഫ് യു, ഓർ നോ. എ ലോങ് പോസ്. ഫൈനലി, ഐ കുഡിൻ ഗോ ഇൻ ടു പാർട്ട്ണർഷിപ്പ് വിത്ത് ഗ്രിഷാം. ഇപ്പം ബാൽവിൻ പറയുന്നത് എന്താണ്, അപ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ ഈ ക്യാഷ് എടുക്കണമെന്നാണ്. ഒരാളെങ്കിലും എസ് പറയുക അല്ലെങ്കിൽ നോ പറയുക, ആരും ഒന്നും പറയുന്നില്ല. അപ്പോൾ എന്താണ്, ഞാൻ ഗ്രിഷാമുമായിട്ട് എന്തായാലും പാർട്ട്ണർഷിപ്പ് എടുക്കാൻ പോകുന്നില്ല. മാർത്ത, വൈ നോട്ട്? ബാൽവിൻ, പീപ്പിൾ വോണ്ട് ട്രസ്റ്റ് ഹിം. ജോൺ, then you could go into a business with someone else, Dad. 100,000 is a lot of money. മാർത്ത പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ മാർത്ത സംസാരിക്കുന്നു. അപ്പം ബാൽവിൻ പറയുന്നത് എന്താണ്, ശരിയാ, പീപ്പിള് ചിലപ്പോൾ ഇനി ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഗ്രിഷാമിനെ വിശ്വസിച്ചെന്ന് വരില്ല. അച്ഛൻ ആ $100,000 കൊണ്ട് മറ്റൊരാളുടെ അടുത്ത് ബിസിനസ് പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യൂ. ബാൽവിൻ വാക്സ് ടു ദ വിൻഡോ ആൻഡ് ലുക്സ് ഔട്ട്. ബാൽവിൻ നടന്ന് വിൻഡോയുടെ അടുത്തേക്ക് പോയിട്ട് പുറത്തേക്ക് നോക്കുന്നു. God knows, I never thought this day would come. I know
I know no matter how you try to excuse it, I know that if I take this money, I do a dishonorable thing. And you know it, and you, all of you, come admit it. John, nobody I will ever hear of it, Balvin. But amongst ourselves, John, whatever we are to the world, let us be honest with each other. The four of us, well. His glances travels from John to Evie, whose head is bowed, from her to his wife, who is apparently busy with her knitting. He raises Martha's head, looks into her eyes, he shudders. Shams, liars, hypocrites, thieves. And I know better than any of you. അപ്പോൾ എന്താണ് ബാൽവിൻ പറയുന്നത് എന്താണ്, വിൻഡോയുടെ പുറത്തേക്ക് നോക്കിയിട്ട് പറയുന്നു, ദൈവത്തിനറിയാം ഞാൻ ഇങ്ങനൊരു ദിവസം ഒരിക്കലും വരരുതേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ ഇങ്ങനൊരു ദിവസം വന്നു. അപ്പോൾ എനിക്ക് ഞാനും അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ എന്നിങ്ങനെ പറയുമ്പോൾ ജോൺ പറയുന്നത് എന്താണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണെന്നുള്ള രീതിയിൽ ജോൺ പറയുന്നു. അപ്പോൾ ബാൽവിൻ പറയുന്നത് എന്താണ്, ബട്ട് amongst ourselves, John, whatever we are to the world, let us be honest with each other. ലോകത്തിന് നമ്മൾ എന്തുമായിക്കോട്ടെ, നമ്മൾ പരസ്പരം സത്യസന്ധത പുലർത്തേണ്ടതായിട്ടുണ്ട്. The four of us, നമ്മൾ 4 പേരും. വെൽ, ഹിസ് ഗ്ലാൻസസ് ട്രാവൽ, അയാളുടെ നോട്ടം ജോണിൽ നിന്ന് എവിയിലേക്ക് ട്രാവൽ ചെയ്തു. ആ സമയത്ത് എവി തല കുനിച്ച് നിൽക്കുമായിരുന്നു. എവിയിൽ നിന്ന് തൻ്റെ ഭാര്യയായ മാർത്തയിലേക്ക് ആ നോട്ടം മാറി. മാർത്ത അപ്പോൾ ഒന്നും ശ്രദ്ധിക്കാത്ത രീതിയിൽ തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മാർത്തയുടെ മുഖം പിടിച്ച് ഉയർത്തിയിട്ട് ചോദിക്കുന്നു, ഷാംസ്, ലയേഴ്സ്, hypocrites, thieves, and I know better than any of you. We have seen your souls naked, and they stink to almighty heaven. Well, why don't you answer me? അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്താണ് കള്ളന്മാരും അതുപോലെ മോശപ്പെട്ട ആൾക്കാരായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓൾമൈറ്റി, അത് ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഒരിക്കലും പെരുമാറാൻ പാടില്ല. അപ്പം മാർത്ത എന്ത് പറയാണ്, ഇറ്റ്സ് നോട്ട് റോങ് റോബർട്ട്. മാൽവിൻ, ഇറ്റ്സ് നോട്ട് റൈറ്റ്. അപ്പോൾ മാർത്ത പറയുന്നത് എന്താണ്, ഇത് റോങ് അല്ല റോബർട്ട്. അപ്പോൾ ബാൽവിൻ പറയുന്നത് അല്ല, ഇത് റോങ് അല്ല എന്ന് പറയും. ബാൽവിൻ പറയുന്നത് എന്താണ്, ഇത് ശരിയല്ല, ഇത് തെറ്റ് തന്നെയാണ് ഈ ചെയ്യുന്നത്. ജോൺ, 100,000 ഇസ് എ ലോട്ട് ഓഫ് മണി ഡാഡ്. അപ്പം 100,000 എന്ന് പറയുന്നത് ലോട്ട് ഓഫ് മണിയാണ്, ഒരുപാട് കാശ് ആണ് 100,000 എന്ന് പറയുന്നത്. ബാൽവിൻ, യു ക്യാൻ ലുക്ക് ഇൻ ടു മൈ ഐസ് നൗ മൈ സൺ, ക്യാൻറ്റ് യു? ജോൺ, ഡാഡ്, വൈ ഡിഡ് യു റെഫ്യൂസ്? വാസൻറ്റ് ഇറ്റ് ബിക്കോസ് യു വെർ അഫ്രൈഡ് ഓഫ് വാട്ട് വി വുഡ് സേ? അപ്പോൾ ബാൽവിനോട് ജോൺ പറയുന്നത് എന്താണ്, അച്ഛൻ എന്തിനാ അത് വേണ്ടെന്ന് വെച്ചത്, ഞങ്ങൾ എന്ത് പറയുമെന്ന് പേടിച്ചിട്ടാണോ? ബാൽവിൻ, യെസ് ജോൺ. ജോൺ, വെൽ, നോ ബഡി വിൽ എവർ നോ ഇറ്റ് എക്സെപ്റ്റ് ദ ഫോർ ഓഫ് അസ്. ജോൺ, യെസ് ഫാദർ. ജോൺ, സമൺ ഇസ് കമ്മിങ്. അപ്പോൾ ജോൺ പറയുന്നത് എന്താണ്, ശരിയാണ്, ഇതിനെപ്പറ്റി ഒരു മനുഷ്യനോടും ഞങ്ങൾ പറയില്ല. അപ്പോൾ ചോദിച്ചു, നമ്മൾ 4 പേരോടും ഒഴിച്ച് വേറെ ആരോടും പറയില്ല? ഇല്ല, നമ്മൾ 4 പേർക്കും ഇടയിൽ രഹസ്യം അതുപോലെ നിൽക്കും. അപ്പോൾ ജോൺ പുറത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ആരോ വരുന്നുണ്ട്. മാർത്ത, റേസിങ് ഹർ ഹെഡ്, മുഖം ഉയർത്തിയിട്ട്, ഹൂ ഇസ് ഇറ്റ്? ജോൺ, ഐ ക്യാൻ സീ, ഇറ്റ് ലുക്സ് ലൈക്ക് മാർഷൽ. ബാൽവിൻ, മാർഷൽ? അപ്പോൾ എന്ത് പറയുന്നു, ആരോ വരുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ആരാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കിയിട്ട് പറയുന്നു, അത് മാർഷലാണ്. ബാൽവിൻ, മാർഷൽ? ദ ഡോർ ബെൽ റിങ്സ്. ദേ ആർ മോഷൻലെസ് as a maid enters at one side and goes out the other. The maid re-enters. Maid, a gentleman to see you, sir. Balvin, who? Me? The maid, yes sir. Balvin, it is Marshall. Martha, the president of Third National. Balvin, yes. What does he want here? The maid, shall I show him in, sir? Yes, by all means. അപ്പോൾ മെയ്ഡ് വന്നിട്ട് എന്ത് ചോദിക്കുന്നു, സെർവൻറ്റ് വന്നിട്ട് ചോദിക്കുകയാണ്, ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. അപ്പോൾ ബാൽവിൻ പറയുന്നത് അത് മാർഷലാണ്. അപ്പോൾ മാർത്ത ചോദിക്കുന്നു, തേർഡ് നാഷണലിൻ്റെ പ്രസിഡൻ്റ് ആണോ? പറയുന്നു അതെ. അപ്പോൾ മെയ്ഡ് ചോദിക്കുന്നു, അകത്തേക്ക് വിളിക്കട്ടെ. അപ്പോൾ വിളിക്കാൻ പറയുന്നു. അങ്ങനെ മെയ്ഡ് പുറത്തേക്ക് പോകുന്നു. മാർത്ത, ക്രോസിംഗ് ടു ഹിം ക്വിക്ക്ലി, റോബർട്ട്, ബി കെയർഫുൾ ഓഫ് വാട്ട് യു സേ. യു ആർ ടു ഗോ ഓൺ ദ സ്റ്റാൻഡ് ടുമോറോ. ബാൽവിൻ, യെസ്, ഐ വിൽ ലുക്ക് ഔട്ട്. അപ്പം മാർത്ത പറയുന്നത് എന്താണ്, റോബർട്ട് വളരെ കെയർഫുള്ളായിട്ട് സംസാരിക്കാവൂ. റോബർട്ടിൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണം, അയാൾക്കെതിരെ ഒന്നും സംസാരിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ മാർത്ത പറയുന്നു. അപ്പം ബാലൻ പറഞ്ഞു, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. മെയ്ഡ് വീണ്ടും വരുന്നു. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ മാർഷലും കൂടെ വരുന്നുണ്ട്. മാർഷൽ, വെൽ, സ്പെൻഡിങ് ദ ആഫ്റ്റർനൂൺ ഇൻ ഡോസ്. ഹൗ ആർ യു മിസ്റ്റർ ബാൽഡിൻ, മിസ്സസ് ബാൽഡിൻ, ആൻഡ് യു ബോൾഡിൻ? അപ്പോൾ
അപ്പോൾ മാർഷൽ ചോദിക്കണം, ആഹാ ആഫ്റ്റർനൂൺ ആയിട്ട് വീട്ടിലിരിക്കുകയാണോ രണ്ടുപേരും, എങ്ങനെയുണ്ട് മിസ്സസ് മാർഡൻ, നിങ്ങൾക്ക് സുഖമാണോ ബാൽവിൻ, മിസ്സസ് ബാൽവിൻ അതുപോലെ ബാൽവിനോട് ചോദിക്കുന്നു നിങ്ങൾക്ക് സുഖമാണോ. മാർത്ത, വി വെർ ജസ്റ്റ് ഗോയിങ് ഔട്ട്, കം എവി. അപ്പോൾ മാർത്ത എന്ത് പറഞ്ഞു, ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്, വരൂ എവി എന്ന് പറഞ്ഞാൽ എവിയെ വിളിച്ചുകൊണ്ട് പോകുന്നു. മാർഷൽ, ഓ യു നീഡ് നോട്ട് ഗോ ഓൺ മൈ അക്കൗണ്ട്, യു ക്യാൻ ഹിയർ വാട്ട് ഐ ഹാവ് ടു സേ. He turns to the head of the family. Balvin, if you feel like coming around to the third national sometime this week, you will find a position waiting for you. Balvin, do you mean that, Mr. Marshall? Marshall, I wouldn't say if I didn't. I was in to see Grisham this afternoon. He told me about the offer he had made you. But he knew that no amount of money would make you do something you thought wrong. Balvin, he paid you the supreme compliment rather than go to the trial with you to testify against. He confessed. Balvin, confessed? Marshall, told the whole story. He turns to Martha. I can only say to you what every man will be saying tomorrow. How highly I honor and respect your husband. How sincerely. Martha, please, can't you see he is crying? Cotton. So, മാർഷൽ വന്നിട്ട് പറയുന്നത് എന്താണ്, നിങ്ങൾ എവിടെ ജോയിൻ ചെയ്യണം എന്ന് പറയുന്നു, തേർഡ് നാഷണലിൽ ജോയിൻ ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടി ഒരു മികച്ച പൊസിഷൻ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ബാൽവിൻ ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് മാർഷൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാർഷൽ പറയുന്നു, എന്നോട് ഗ്രിഷാം എല്ലാം പറഞ്ഞു, ഗ്രിഷാം കുമ്പസരിച്ച് കഴിഞ്ഞു, ഗ്രിഷാം എല്ലാം പറഞ്ഞു, എല്ലാ കഥകളും ഗ്രിഷാം പറഞ്ഞു, ക്യാഷ് ഓഫർ ചെയ്തതും നിങ്ങൾ വാങ്ങാത്തതും, അങ്ങനെ എല്ലാ കഥകളും പറഞ്ഞു. എന്നിട്ട് മാർഷൽ മിസ്സസ് ബാൽവിനെ നോക്കിയിട്ട് പറയുന്നു, നിങ്ങളുടെ ഹസ്ബൻഡ് എത്ര നല്ല വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് അറിയുമോ, നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം എന്ന് പറയുന്നു. മാർത്ത ഇത് കേട്ട് കരയുന്നു. അങ്ങനെ പ്ലേ അവസാനിക്കും. അപ്പോൾ ഈ സ്റ്റോറി അവസാനിക്കുന്നത് ഭാര്യയും മകനും അതുപോലെ മകളും ഒരുപോലെ ആ ക്യാഷ് സ്വീകരിക്കാൻ ബാൽവിനെ ഒരുപാട് നിർബന്ധിക്കുന്നു. പക്ഷെ ബാൽവിൻ അത് സ്വീകരിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മെയ്ഡ് വന്നിട്ട് പറയുന്നു, ഒരാൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അയാൾ വരുന്നതിന് തൊട്ട് മുൻപ് വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ട് ബാൽവിൻ പറയുന്നുണ്ട്, ഈ ഒരു നിമിഷം വരരുതേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം വളരെയധികം നെർവസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മെയ്ഡ് പറയുന്നത് ഒരാൾ വരുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് മിസ്റ്റർ മാർഷലാണ്, തേർഡ് നാഷണൽ എന്നുള്ള സ്ഥാപനത്തിലെ മിസ്റ്റർ മാർഷൽ എന്നുള്ള വ്യക്തിയാണെന്ന് പറയുന്നു. അപ്പം മിസ്റ്റർ മാർഷൽ വരുമ്പോഴത്തേക്കും എവിയും അതുപോലെ മാർത്തയും അവിടുന്ന് മാറാനായിട്ട് ശ്രമിക്കുമ്പോൾ പറയുന്നു, വേണ്ട, എല്ലാം അവിടെ നിൽക്കാൻ പറയുന്നു, നിങ്ങളെല്ലാവരും കൂടി ഇവിടെ ഇരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വളരെ സൗഹൃദത്തോടെ സംസാരിക്കുന്നു. എന്നിട്ട് അവിടെ നിൽക്കാൻ പറയുന്നു. എന്നിട്ട് പറയുന്നത്, മാർഷൽ മറ്റൊരു കാര്യം കൂടി പറയുന്നു, താങ്കൾക്കായിട്ടൊരു ജോലി തേർഡ് നാഷണലിൽ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ്, എന്താണ് താങ്കൾ സംസാരിക്കുന്നതെന്ന്. അപ്പോൾ മാർഷൽ ബാൽവിനോട് പറയുന്നു, ഗ്രിഷാം എല്ലാം കുമ്പസരിച്ച് കഴിഞ്ഞു, താങ്കൾക്ക് ക്യാഷ് തരാമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കുമ്പസരിച്ച് കഴിഞ്ഞു. അപ്പോൾ ശരിക്കും താങ്കളുടെ സത്യസന്ധത എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. താങ്കളെ കോടതിയിൽ കൊണ്ട് നിർത്തി അല്ലെങ്കിൽ പോലീസ് ഒഫീഷ്യൽസിൻ്റെ മുന്നിൽ നിർത്തി ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രിഷാം കുമ്പസരിച്ചതെന്ന് പറയുന്നു. അപ്പോഴത്തേക്കും ബാൽവിന് സന്തോഷമാകുന്നു. കാരണം പഴയൊരു സുഹൃത്താണ്, എന്നിട്ട് തന്നോട് ഗതികേട് കൊണ്ടാണ് അയാൾ ക്യാഷൊക്കെ ഓഫർ ചെയ്തത്. എന്നിട്ട് അയാൾക്ക് ഈ സുഹൃത്തിനെ മനസ്സിലായി. അതുകൊണ്ടാണ് അയാൾ സ്വന്തം തെറ്റ് അവിടെ കുമ്പസരിച്ചിട്ട് തൻ്റെ സുഹൃത്തിനെ രക്ഷപ്പെടുത്തിയത്, അല്ലേ. ബാൽവിനെ ആര് രക്ഷപ്പെടുത്തി? ഗ്രിഷാം രക്ഷപ്പെടുത്തി. ശരിക്കും ഗ്രിഷാമിനെ ബാൽവിൻ ആ ക്യാഷ് വാങ്ങിച്ചിട്ട് രക്ഷപ്പെടുത്തണമായിരുന്നു എന്ന് ഹോൾ കുടുംബം പറഞ്ഞിട്ടും ബാൽവിൻ അത് ചെയ്തിരുന്നില്ല. കാരണം സത്യത്തിന് നിരക്കാത്ത ഒന്നും ബാൽവിൻ ചെയ്യാറില്ലായിരുന്നു. ഇത് ഗ്രിഷാമിന് അറിയായിരുന്നു. വർഷങ്ങളായിട്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നു, അല്ലെ, ഓൾഡ് ഫ്രണ്ട് ആണെന്ന് പറയുന്നു. അതുകൊണ്ട് ഗ്രിഷാമിന് അതറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഗ്രിഷാം അവസാന നിമിഷത്തിൽ തെറ്റ് ഏറ്റു പറഞ്ഞ് കുമ്പസരിച്ചത്. അതായത് ആ ബാങ്ക് സംബന്ധമായ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് കുമ്പസരിച്ചു. അങ്ങനെ ഈ ഒരു സാക്ഷി പറയുന്നതിൽ നിന്നും ഗ്രിഷാം ബാൽവിനെ ഒഴിവാക്കുന്നു. അതിനോടൊപ്പം മാർഷൽ പറയുന്നു, താങ്കളുടെ സത്യസന്ധതയ്ക്ക് ഒരു ഉപഹാരമായിട്ടാണ് ഞാൻ ഈ ജോലി താങ്കൾക്ക് ഓഫർ ചെയ്യുന്നതെന്ന് പറയുന്നു. ഇത് കണ്ട് എന്നിട്ട് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ ഓർത്ത് അല്ലെങ്കിൽ അച്ഛനെ ഓർത്ത് അഭിമാനം കൊള്ളണമെന്ന് ആ കുടുംബത്തോട് പറയുന്നുണ്ട്. അപ്പം ഇത് കേട്ടിട്ട് മാർത്ത അറിയാതെ കരഞ്ഞു പോവുകയാണ്. കാരണം മാർത്തയ്ക്ക് സ്വന്തം കുടുംബമാണ് ആദ്യമേ ആ കുടുംബത്തിലെ അംഗങ്ങളെ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇദ്ദേഹത്തെ ആരും മനസ്സിലാക്കിയില്ല. മകനായാലും മകളായാലും ഭാര്യയായാലും മനസ്സിലാക്കിയില്ല. പക്ഷേ അവസാന നിമിഷം ഇങ്ങനെ ആയല്ലോ, കൂട്ടുകാരൻ മനസ്സിലാക്കിയല്ലോ എന്നൊക്കെ ഓർത്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സത്യസന്ധതയൊക്കെ മനസ്സിൽ ഓർത്തിട്ട് മാർത്ത അറിയാതെ കരഞ്ഞു പോവാണ്. അപ്പം ഇതാണ് ഡ്രാമ. ശരിക്കും സത്യസന്ധതയോടൊപ്പം തന്നെ
സൗഹൃദത്തിൻ്റെയും കൂടി ഒരു കഥ പറയുന്ന വൺ ആക്ട് പ്ലേ ആണ് ഇതെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നമ്മുടെ കഴിഞ്ഞ ലെസണിൽ 2 ബോക്സേഴ്സിൻ്റെ കഥ പറയുന്നുണ്ട് അല്ലേ. അപ്പം അത് ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയായിരുന്നു അതിൽ പറയുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കഥ തന്നെയാണ് ഇതും എന്ന് നമുക്ക് പറയേണ്ടി വരും. അവർ ഓഫ് ട്രൂത്ത് എന്നുള്ളത് അമീഗോ ബ്രദേഴ്സ് പോലെ അവർ ഓഫ് ട്രൂത്തും ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഇവിടെ സത്യസന്ധതയുടെ വില എന്താണെന്നും സത്യസന്ധത ജീവിതത്തിൽ പാലിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നും പറയുന്നു. സത്യസന്ധനായ ഒരു മനുഷ്യൻ തൻ്റെ കുടുംബം പോലും തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും തൻ്റെ കുടുംബം പോലും എതിർത്തിട്ടും സത്യസന്ധതയ്ക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് റോബർട്ട് ബാൽവിൻ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഗ്രിഷാമിൻ്റെയും ബാൽവിൻ്റെയും ഫ്രണ്ട്ഷിപ്പ് കൂടി ഈ ഒരു പ്ലേയിലൂടെ കാണിക്കുന്നു. അപ്പോൾ പ്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്ലേ ആണ്, അതുകൊണ്ടാണ് 2 വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, മെയിൽ ചെയ്യുക. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എനിക്ക് തരുന്നൊരു പ്രോത്സാഹനമാണത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി.